ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ കാണുന്നതല്ല, ഈ നമ്മുടെ പ്രളയകാലം മുതൽ ആ മനുഷ്യൻ എങ്ങനെയായിരുന്നു സാധാരണ മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ നിലവിളിച്ച ഒരു മനുഷ്യൻ മന്ത്രിയായതിന് ശേഷവും അതേപോലെ സാധാരണ മനുഷ്യന്മാരെ കൂടെ നിർത്തുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. കാരണം ഈ തിരക്കിനിടയിലും സാധാരണക്കാരെ കൂടെ നിർത്തണം. ഇപ്പോഴും ഈ പോളിസി ഉണ്ടാക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത്, ഞാൻ ഭക്ഷണം കൊടുക്കുന്നവനെയും ലൈറ്റ് ബോയ്സിനെയും അതുപോലെയുള്ള മനുഷ്യന്മാരെയാണ് ഞാൻ കണ്ടതെന്ന്. ആ കാഴ്ച 100% പ്രാവർത്തികമാക്കുന്നതിൻ്റെ തെളിവ് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ ഈ സമയബന്ധിതമായിട്ടുള്ള ഒരു ലെവലിൽ ഫെഫ്ക പോലെയുള്ള സംഘടനകളും സിനിമാ സംഘടനകളെല്ലാം കൂടെ ടൈം ബൗണ്ടഡായിട്ട് ഡ്യൂട്ടി ടൈം തീരുമാനിക്കപ്പെടുന്നതും ഉണ്ടാകുന്നത് അതിൻ്റെ പുറത്ത് തന്നെയാണ്. ഇത് സാധാരണ മട്ടിൽ ഒരാൾ ഒരു പോളിസി ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെടുമ്പോൾ ആ പോളിസിയിൽ ചെയ്തു പോകുന്നുണ്ട്. ആ ചെയ്തു പോകുമ്പോൾ വലിയ തലവേദനകൾ ഉണ്ടാകും എന്ന് പറയുന്നിടത്താണ് ഒരു തീരുമാനങ്ങളിലേക്ക് സിനിമ ഇൻഡസ്ട്രി തന്നെ വളരെ ഒരു തീരുമാനം. പിന്നെ കഴിഞ്ഞ 10-ാം തീയതി മുതൽ 9-ാം തീയതി അവർ കൃത്യമായിട്ട് അതിൻ്റെ തീരുമാനമുണ്ടാക്കുകയും ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. 10-ാം തീയതി മുതൽ പ്രാവർത്തികം. ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ 9 to 9 എന്ന് പറയുന്ന കോൾ ഷീറ്റുകൾ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ജനങ്ങൾ എങ്ങനെയാണ് തീരുമാനം, ഒരു ഇൻഡസ്ട്രിക്ക് എന്തൊക്കെ വേണം, ഒരു സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു വലിയ തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ഈ കാണുന്നുണ്ടല്ലോ. ഭാഗത്തൊരു തിരുത്തുണ്ട്. ശരത്തിൻ്റെ ഒരു പ്രയോഗത്തിൽ ഒരു എതിരഭിപ്രായം പറയട്ടെ. അതായത് ശരത്ത് മിനിസ്റ്ററോട് സംസാരിച്ച് ആദ്യം ചോദിച്ചു, സംസ്കാര മന്ത്രിയായപ്പോൾ നമുക്ക് വഴങ്ങാത്തൊരു മേഖല എന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ ഇപ്പം മധുവാല് പറഞ്ഞപ്പോഴാണ് അതിന് കൃത്യമായ മറുപടി വരുന്നത്. സംസ്കാരം എന്നതിന് എഴുത്തുകാരൻ, കവി, പ്രസംഗകൻ, നാടകകാരൻ, ചലച്ചിത്ര നടൻ എന്നല്ല, മറ്റൊരുവന് വേണ്ടി കരയുവാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ പേരാണ് കൾച്ചർ. Culture is defined as the ownership or the entrepreneurship of a mind which can weep for others. സോ ഈ പ്രളയകാലത്ത് നമ്മൾ കണ്ട എൻ്റെ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുമെന്ന് ഒരു ജനപ്രതിനിധി, ഒരു പൊതുജന പ്രവർത്തകൻ പരസ്യമായി നിലവിളിക്കുന്നത് കേരളത്തിൻ്റെ ഒരു നൂറ്റാണ്ടിനിടെ നമ്മൾ കണ്ട അപൂർവമായ കാഴ്ചയാണ്. അതിൻ്റെ പേരാണ് സംസ്കാരം. ഏറ്റവും ആപ്റ്റായ ആളായിരുന്നു. എൻ്റെ ചോദ്യം പ്രസക്തമായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന, നമ്മളെപ്പോഴും പറയുന്ന വാർപ്പ് മാതൃകകൾ, രീതികൾക്കപ്പുറത്തേക്ക് സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക മന്ത്രിയെക്കുറിച്ച് അങ്ങനെ ചില കാര്യങ്ങൾ എടുത്തിട്ടതുകൊണ്ട് നിങ്ങളിൽ നിന്ന് വന്നൊരു അനുഭവം ഞാൻ അതിനകത്ത് ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം കൊണ്ട്, എൻ്റെ ഭാര്യ മത്സ്യഫെഡിലെ ഉദ്യോഗസ്ഥയായിരുന്നു, റിട്ടയർ ചെയ്തു. ആ സമയങ്ങളിൽ സാറിനെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. ചെങ്ങന്നൂർ ഭാഗങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങളുമായിട്ട് ലോറികളിൽ മത്സ്യത്തൊഴിലാളികളെ പ്രളയകാലത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് മുഴുവൻ എനിക്ക് വന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് പോലും ഞാൻ കാണുന്നുണ്ട്. കാരണം ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. അത് നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടി നിലനിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത്.